Hey guys, welcome back to my channel. യെസ്, അങ്ങനെ എംപുരാൻ പടം കണ്ടിരിക്കുകയാണ് ഗൈസ്. ഒരുപാട് അറിഞ്ഞ് വെയിറ്റ് ചെയ്ത ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ കംബാക്ക്. ഒരുപാട് അങ്ങനെ പ്രതീക്ഷ ലാലേട്ടനെ അങ്ങനെ കുറേ നാളായി പുള്ളി ഒന്ന് സ്ക്രീനിൽ കണ്ടിട്ടൊന്ന് ഒരുപാട് പടങ്ങളൊക്കെ തരിപ്പണമായെങ്കിൽ ഇതിൽ എൻ്റെ ഒരു കിട്ടിലും ഒരു പ്രതീക്ഷ സത്യത്തെ ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പടം ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല സത്യം പറഞ്ഞ. പടം ഡയറക്റ്റഡ് ബൈ പൃഥ്വിരാജ് സുകുമാരൻ. ഹീസ് എ വണ്ടർഫുൾ ഡയറക്ടർ. അത് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയും. ആദ്യത്തെ ഒരു 20 മിനിറ്റ് എടുത്ത് വച്ചേക്കുന്നതാണ് സത്യം പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിലിം പോലെയാണ്. ഒരു ഹോളിവുഡ് മേക്കിങ്ങിലാണ് സാധനം പോയിരിക്കുന്നത്. പക്ഷേ ഈ പടത്തിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇതിലത്തെ മെയിൻ സിനിമാറ്റോഗ്രാഫർ സുജിത് വാസുദേവൻ പുള്ളിക്കാരനെ ഇതിന് പുറത്തു പോകാൻ വിസ എങ്ങോട്ടോ കിട്ടിയില്ല. പിന്നെ കുറച്ചൊക്കെ പ്രത്യേകമാണ് ഇത് ഷൂട്ട് ചെയ്തെന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ആയിരിക്കാം. പക്ഷെ ചില ഷോർട്സ് ഒക്കെ എനിക്ക് വലിയൊരു ഡിസപ്പോയിൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത സീൻസൊക്കെ കിടിലമായിട്ട് തന്നെ സുജിത് ദേവൻ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ലാലേട്ടൻ്റെ ഇൻട്രോ ഒരു ലോങ് ഇൻട്രോ ആയിപ്പോയി. ഞാൻ കൈയടിച്ച് പൊളിക്കും എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇൻട്രോയിൽ തന്നെ കൈയടിക്കാൻ പറ്റില്ല. പക്ഷേ ആ സെക്കൻഡ് ടൈമുള്ള ഒരു ഇൻട്രോ ഉണ്ട്, അത് അന്യായ സാധനമായിരുന്നു. അത് സെറ്റ് സാധനം. പിന്നെ ഈ പടത്തിൽ നമ്മൾ ലൂസിഫറിൽ കണ്ട പോലത്തെ ലാലേട്ടനെ നമ്മൾ പ്രതീക്ഷിച്ച് പോയപ്പോൾ ഞാൻ ഡിസപ്പോയിൻ്റ് ആയിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇതിൽ ഞാൻ പോയപ്പോൾ ലാലേട്ടൻ അവിടെ ഇവിടെ ഒന്ന് വന്നിട്ടൊക്കെ പോകുന്നു, എന്തൊക്കെയോ പറഞ്ഞിട്ടൊക്കെ അങ്ങ് പോകുന്നു. പടത്തിന് കുറച്ചും കൂടെ ഒരു ശരി ഇങ്ങനെ ഒരു എടുപ്പ് വന്നത് മഞ്ജു വാര്യറിൻ്റെ കുറച്ച് സീൻ ഉണ്ട്. അത് കുറച്ച് ഹെവി സാധനമായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ കൈയടിക്കാനായിട്ട് എനിക്ക് ആപ്പറം ഉണ്ടായിരുന്നത് ബൈജു ചേട്ടൻ്റെ കുറച്ച് കോമഡിയും പിന്നെ സുരാജ് ചേട്ടൻ്റെ ഒരു മാസ് ഐറ്റം കോമഡിയും. അങ്ങനെ ഒരുപാട് ചിരിച്ച് കൈയടിച്ചു. പക്ഷെ ലാലേട്ടൻ്റെ ഒരു ഹെവി സാധനം, കൈയടിക്കാൻ പറ്റിയ ഹെവി സാധനം എനിക്ക് അങ്ങനെ തോന്നിയില്ല. അഥവാ ഇച്ചിരി ഇങ്ങനെ കൊള്ളാമെന്ന് എനിക്ക് എടുത്ത് തോന്നിയത് ആ ഒരു സീനുണ്ട്, മറ്റേ മഴയത്ത് വാട എന്ന് പറയുന്ന ഒരു ഷോട്ട്. നിങ്ങൾ തീർച്ച കണ്ടിട്ടുണ്ടോ? ആ ഒരു സീൻ അന്യായ സാധനമായിരുന്നു. ബാക്കിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ബട്ട് കൊള്ളാം, പക്ഷെ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഒന്ന് ബോറ് പെർഫോമൻസ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. പ്രത്യേകത നല്ല ഹാൻഡിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു 3 മണിക്കൂർ ഭയങ്കരമായിട്ട് കൂടിപ്പോയി സത്യം പറഞ്ഞാൽ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് തോന്നിപ്പോയി. ഒരു 2.5 മണിക്കൂറിലൊക്കെ തീർക്കേണ്ട സാധനം പിടിച്ച് വലിച്ച് നീട്ടിയെന്ന് തോന്നി. പൃഥ്വിരാജിനൊക്കെ നല്ല എമണ്ടൻ റോളുണ്ട്. പൃഥ്വിരാജിൻ്റെ ഒക്കെ ബാക്ക് സ്റ്റോറി സൂപ്പർ സാധനം, അത് അന്യായ സാധനം. അത് നമുക്ക് ഇമോഷണലൊക്കെ കട്ടയ്ക്ക് നമുക്ക് വർക്കൗട്ട് ആവും. പൃഥ്വിരാജിൻ്റെ ബാക്ക് സ്റ്റോറി കിട്ടലായിട്ട് വർക്കൗട്ട് ആവും. അവസാനത്തെ ഫൈറ്റ് സീനൊക്കെ ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ അവസാനം പടം ലാസ്റ്റത്തെ ആളെ റിവീൽ ചെയ്യുന്ന ആളായാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ആളൊരു കിട്ടിലും നടനാണ് അങ്ങേര്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അത് പറഞ്ഞ് നിങ്ങൾ മിക്കവാറും അറിയാമായിരിക്കും, പക്ഷെ എങ്കിലും വേണ്ട, ഞാൻ പറയുന്നില്ല. ബട്ട് ഇതിൻ്റെ തേർഡ് പാർട്ട് അതിലും എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇത് എടുത്തുപോലെ എടുക്കരുത്, ഒരു സാധാരണ രീതിയിലൊക്കെ എടുത്ത് പോയാൽ മതി. സത്യം പറഞ്ഞാൽ ലൂസിഫർ ഹൈ പിടിക്കുമ്പോഴാണ് എനിക്ക് ഒരു വർക്കൗട്ട് ആവുന്നില്ല കുറച്ച് എനിക്ക്. ബട്ട് കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം കണ്ടൊക്കെ ഇരിക്കാം. അങ്ങനെ ബോറടി അങ്ങനെ ഇറങ്ങി പോകേണ്ട രീതിയൊന്നുമില്ല, നമുക്ക് കണ്ടൊക്കെ ഇരിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഫ്രെയിമിങ് ഒക്കെ അടിപൊളിയാണ്. സൂര്യ വാസുദേവൻ്റെ ഫ്രെയിമിങ് നൈസാണ്. ഇന്ത്യക്കകത്തുള്ളതൊക്കെ കിട്ടിലമായിട്ട് പുള്ളിക്കാരൻ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. 10-30 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇല്ല പേരൊന്നും എടുത്ത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ടോവിനോയുടെ ക്യാരക്ടേഴ്സ് കൊള്ളാം, നല്ല ക്യാരക്ടറാണ്. പെർഫോമൻസ് വൈസ് നൈസ്. പിന്നെ ആ പൈസയ്ക്കുള്ള സാധനം പടത്തിലുണ്ട്. കൊടുത്ത ആ ഒരു ഹെവി ബഡ്ജറ്റിലുള്ള സാധനം പ്രത്യേകത എടുത്ത് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് നമുക്ക് പടത്തിന് ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനുള്ള പണി എടുത്തു വെച്ചിട്ടുണ്ട്. അത്രയും ക്യാരക്ടേഴ്സിന് കൊടുക്കാനുള്ള ഒരു ഫണ്ട് അതിനകത്ത് തന്നെ നല്ലൊരു എമൗണ്ട് ആവും. പക്ഷേ അതിലുപരി അതിൽ എടുത്തു വച്ചേക്കുന്ന എല്ലാം അടിപൊളിയാണ്. ആ ഒരു ഫണ്ടിൽ പ്രത്യേക നല്ലോണം മുടക്കി എടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ
പൃഥ്വിനെ സമ്മതിച്ചു കൊടുത്ത്. ഇന്ദ്രജിത്തിൻ്റെ എല്ലാം കൊള്ളാം. പക്ഷേ ഓവർ കാസ്റ്റിംഗ് കുറച്ച് ഞെരുങ്ങിപ്പോയത് എനിക്ക് ഫീൽ ചെയ്ത്. ഓവർ ടൈം 3 മണിക്കൂറിനുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല പടത്തിൽ. പക്ഷേ പൊളിറ്റിക്സ് കാണിച്ചിരുന്ന വിധം വാസ് നൈസ്. പൊളിറ്റിക്സ് ഒക്കെ കറക്റ്റാണ് എടുത്ത് കാണിച്ചത്. എനിക്കത് പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തു. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചൊന്ന് അറിഞ്ഞിരുന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ആശയം ഉദ്ദേശിക്കുന്നതിനൊക്കെ കറക്റ്റാണ്. എനിക്കത് കറക്റ്റായിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി സംഭവങ്ങൾ. അവസാനം കുറച്ച് സർപ്രൈസൊക്കെ ഉണ്ട് സാധനം. അതൊക്കെ നമുക്ക് നോക്കാം തേർഡ് പാർട്ടിൽ. പക്ഷേ ഈ സെക്കൻഡ് എടുത്ത പോലെ വീണ്ടും തേർഡ് എടുക്കരുതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നമുക്ക് ആ ലൂസിഫർ പോലത്തെ ഒരു സാധനം അത് കിട്ടിയാൽ മതി. അതും നമുക്ക് അത്രയും മതി. നമുക്ക് തൃപ്തിയാണ് സാധനം. നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ള അവസ്ഥ. പിന്നെ മ്യൂസിക് എടുത്ത് പറയണം. ദീപക് ദേവ് ഇച്ചിരി ശോകമായിരുന്നു സത്യം പറയണം. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു. ഇൻട്രൊഡക്ഷനിലൊക്കെ ഒരു ഗൂസ്ബംസ് ഒന്നുമില്ല. പക്ഷെ ആ എമ്പുരാനെന്ന് എഴുതി കാണിക്കുന്ന ലാലേട്ടൻ ടൈറ്റിലിൽ ഉഗ്ര സാധനം കയറിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് എനിക്ക് വലിയൊരു ഇടുപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല ദീപക് ദേവ് ഇത്തവണ. ബട്ട് ആ ഫൈറ്റ് സീനിൽ ആ പഴയ സോങ് കൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു സീനാണ് എനിക്ക് കുറച്ച് സെറ്റ് എന്നുള്ള ഇത് എനിക്ക് വന്നത്. പക്ഷേ മുന്നത്തെ പോലത്തെ അത്ര ഒരു ഹെവി ഗുമ്മൊന്നും ബിജിഎം സ്കോറിൽ വന്നിട്ടില്ല. എനിവേ നമുക്ക് നോക്കാം. ബട്ട് ഇറ്റ്സ് കുഴപ്പമില്ലാത്തൊരു മൂവി ആയിരുന്നു എനിക്ക്. അങ്ങനെ അടിപൊളി കിടിലം പടമൊന്നും പറയാനില്ലെങ്കിലും ഓക്കെ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം KC എല്ലാം ആവട്ടെ. ബൈ.